ഹലോ ഗൈസ്, ഇന്നലെ പലിച്ച തിരുമ്പി ഡ്രസ്സ് ആയാലും എടുക്കുന്നുണ്ട്. അത് തേച്ചിട്ട് ഇട്ടിട്ടാണ് ക്ലാസ്സിൽ പോകാൻ. യൂണിഫോം തേക്കാളുകൊണ്ട് തന്നെ പട്ടിണി വേറൊന്നല്ല, ടൈം കിട്ടിയില്ല. അങ്ങനെ യൂണിഫോം കിട്ടി സെറ്റായി ക്ലാസ്സിൽ പോയി. ഞാൻ എത്ര നേരം വഴി വന്ന ഒരു ക്ലാസ്സിൽ ആരുണ്ടാവും. ഇന്നലെ നേരത്തെ വന്നപ്പോൾ ആരുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് നേരം വഴി വന്നു. ഇതാണ് മിബില്. ഇവനാണെങ്കിൽ ഈ പേർഷ്യൻ കാറ്റിന്റെ വളരെ കുറച്ച് നേരം ആക്റ്റീവ് ഉണ്ടാവുള്ളൂ, ബാക്കി ഫുൾ ടൈം ഉറക്കം തന്നെ. എല്ലാവരും ഫോണിൽ നല്ല ബിസിയിലാണ്. മിസ് വന്നപ്പോൾ നീറ്റുണ്ട്, ഞാൻ അറ്റൻഡൻസ് എടുക്കാൻ കിടന്നുറങ്ങാം. അതാണ് ഇവന്റെ ഹാലി. ഇവിടെ ഒരു തന്നെ മസാജ പറഞ്ഞിട്ട് തല്ലി കൊല്ലുണ്ട്. അതിനിടയിൽ ഇന്ത്യ പാകിസ്ഥാൻ ന്യൂസ് കാണുന്നത് ഞങ്ങൾ. മന്തിക്കുട്ടനാണെങ്കിൽ ആർക്കോ കാര്യമായിട്ട് വിളിക്കുന്നുണ്ട്. ഇവരെല്ലാം വിചാരിക്കും ഞാനൊരു വായ നോക്കിയാണ്. എത്ര ശ്രമിച്ചാലും എനിക്കൊരു വായ നോക്കിയാവാൻ പറ്റില്ല. ഇതൊന്നും അറിയാണ്ട് ഇവിടെ അടുത്ത നല്ല ഉറക്കത്തില്ല. എന്ത് ശാന്തമായ ഉറക്കം. ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത. ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. മന്തിക്കുട്ടനാണെങ്കിൽ കോളാക്കിയതിനു ശേഷം എന്തൊക്കെയോ ഒറ്റക്ക് നടന്ന് സംസാരിക്കുന്നുണ്ട്. കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ലൈബ്രറിയുടെ ബില്ലായപ്പോ കിട്ടിയോ കൊടുത്തിട്ട് നേരെ ലൈബ്രറിയിൽ പോയി. മെബിൽ എന്ത് ലൈബ്രറി, അവൻ എവിടെ പോയാലും കിടന്നു പറഞ്ഞു. ലൈബ്രറിയിൽ ഇരുന്ന് ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച ചെയ്യുന്ന ഫുള്ള് എല്ലാവരും മുന്നാടിരിക്കുമ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ബുക്ക് എടുത്ത് ബാങ്ക് ഓടി നോക്കുമ്പോ ഇപ്രാവശ്യം ഗേറ്റ് ലോക്ക് തന്നെ. കുറച്ച് തന്നെ ഇപ്പൊ ഗേറ്റ് തുറന്നു. നേരെ കടയിലും പോയി ഒരു കുഷ്കാക്ക് പള്ളിക്കും പോയി. ഇവിടുത്തെ താറാണെങ്കിൽ നല്ല ചൂടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിൽ പോയി. ക്ലാസ്സിലാണെങ്കിൽ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ക്ഷീണത്തില്ല. മെബിലിന് പിന്നെ ക്ഷീണമില്ലെങ്കിലും കൂടെ തുറന്നു. ഇവിടെ ഒരു തന്നെ വെട്ടിക്കാൻ വേണ്ടി വ്ളോഗറാവാൻ നോക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ പിന്നെ മെബിൽ നീറ്റുണ്ട്. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അയൽമുള്ള ഡ്രസ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് മെബിൽ വിളിച്ച് വണ്ടിയില്ല പറഞ്ഞു. അപ്പൊ മരുന്ന് റൂമിലേക്ക് ആക്കണം. പോണ വഴിയിൽ തന്നെ തലശ്ശേരി ഒരു ചായം കുടിച്ചു. ചായം കുടിച്ച് അവന്റെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം സേഫ് ആക്കിയിട്ട് റൂമിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചു റൂമിൽ സേഫ് ആയി എത്തിയിട്ടുണ്ട്. അപ്പൊ ബാക്കി നാളെ